കുട്ടികളുടെ നമ്മുടെ ടീച്ചർമാർ കാല് കഴിപ്പിച്ച സംഭവം. ഭാരതീയ വിദ്യാനികേതൻ നടത്തുന്ന ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴിപ്പിച്ചെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ്. മാധ്യമങ്ങളിൽ ചിത്രമടക്കം വന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ BJP ജില്ലാ സെക്രട്ടറിയുടെ കാല് വരെ കുഞ്ഞുങ്ങൾ കഴുകേണ്ടി വന്നു. ആധുനിക കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷിക്കുകയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ വകുപ്പ് 17(1) പ്രകാരം ഇത്തരം നടപടികൾ മെൻ്റൽ ഹരാസ്മെൻറ്റിൻ്റെ പരിധിയിൽപ്പെടും. സർവീസ് റൂൾ പ്രകാരം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾ രചിച്ച പുസ്തകങ്ങളുടെ പ്രദർശനം നടത്തുകയാണ്. തിരുവനന്തപുരത്താണ് പ്രദർശന വേദി. ഓണാവധിക്ക് മുമ്പ് SIETയുടെ നേതൃത്വത്തിൽ ഈ പ്രദർശനം സംഘടിപ്പിക്കും. ഹയർ സെക്കൻഡറിയുടെ പാഠപുസ്തകം പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന ഏകദിന ശില്പശാല തിരുവനന്തപുരത്ത് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അത്യുജ്വലമായിട്ടുള്ള നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ആ നേട്ടത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് പഴയ ഗവർണറും പുതിയ ഗവർണറും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വളരെ കരുതലോടുകൂടി തയ്യാറാക്കിയിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. നിരവധി അവാർഡുകളും നിരവധി പുരസ്കാരങ്ങളും നിരവധി അംഗീകാരങ്ങളുമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ലഭിച്ചിട്ടുള്ളത്. അതെല്ലാം തകർക്കുന്ന സമീപനമാണ് ബഹുമാനപ്പെട്ട ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത്. ചില വൈസ് ചാൻസലർമാരുടെയും ചില മാധ്യമങ്ങളുടെയും സഹായത്തോടുകൂടി. എന്തായാലും കേരളത്തിൽ അങ്ങനെ ഒരു സംസ്കാരമില്ല. അത് കേരള സംസ്കാരത്തിന് യോജിച്ചതല്ല, ഇന്ത്യൻ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ തന്നെ അഭിപ്രായം. ഇത് RSSൻ്റെ അജണ്ടയാണ് ഗവർണറുടെ വായിലൂടെ വന്നത്. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കൊണ്ടും അധ്യാപകൻ്റെയോ മറ്റാരുടെയും കാല കഴിപ്പിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കുന്നതല്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ബന്ധപ്പെട്ട സ്കൂൾ അധികാരികൾക്ക് നിർദ്ദേശം കൊടുക്കാനും പോവുകയാണ്. ബഹുമാനപ്പെട്ട ഗവർണറെ പോലുള്ള ഭരണത്തലവൻ ഇത്രമാത്രം നമുക്ക് വേദന ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് വളരെ ദുഃഖകരമാണ്. നമ്മുടെ കൊച്ചു മക്കളെ കൊണ്ടാണ് കാല് കഴിപ്പിച്ചിരിക്കുന്നത്. അത് ഭാരതീയ സംസ്കാരത്തിൽ എവിടെയാണിത് പറയുന്നതെന്നുള്ളവർ എനിക്കറിയില്ല. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടോ സ്കൂൾ കുട്ടികളെ കൊണ്ട് BJP നേതാക്കന്മാർ കാല് കഴിപ്പിക്കണമെന്ന്? അതാണ് കേരള സംസ്കാരം എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഒരിടത്തും പറയുന്നില്ല. അതിൽ ഞങ്ങൾക്ക് അതിൻ്റെ പരിമിതിയുണ്ട്. അത് ഗവൺമെൻറ് സ്കൂളല്ല, എയ്ഡഡ് മാനേജ്മെൻ്റ് അല്ല. എന്നാലും അൺഎയ്ഡഡ് മാനേജ്മെൻ്റ് ആണെങ്കിലും NOC കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. NOC കൊടുക്കുന്നവർക്ക് അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർക്ക് നടപടി എടുക്കാനുള്ള അംഗീകാരമുണ്ട്. അപ്പോൾ അത് അന്വേഷണം സംബന്ധിച്ച് ആ റിപ്പോർട്ട് ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. അല്ലാതെ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടപടി എടുക്കുന്ന പോലെ ഡയറക്ടർ നടപടി എടുക്കുന്നതിൻ്റെ കാര്യം പ്രയാസമായി. ഒരാഴ്ചയ്ക്ക് നമ്മൾ അതിനെപ്പറ്റി റിപ്പോർട്ട് വാങ്ങാം. റിപ്പോർട്ട് വാങ്ങി പൊതുജനങ്ങൾ അറിയിക്കുന്നുണ്ട്. നടപടി എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങളെ അറിയിക്കുകയും വേണമല്ലോ. ജനങ്ങളൊക്കെ കൂടെ നാളെ മുതൽ ഈ കാല് കഴുകാൻ കുട്ടികളെ കൊണ്ട് ഞങ്ങളെ മക്കളെ കൊണ്ട് കാല് കഴിപ്പിക്കാൻ പറ്റില്ലെന്ന് പറയുകയും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ വേണ്ട എന്ന് അവർ ജനങ്ങൾ തീരുമാനിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഏതാ അതെ കൊച്ചു മക്കളെ കൊണ്ടെല്ലാം കാലെല്ലാം കഴുകി അവൻ്റെ എല്ലാം കാലിലിരിക്കുന്ന അഴുക്കൊക്കെ ദേഹത്തൊക്കെ തെറിപ്പിച്ച് ഇതൊക്കെ നമ്മൾ ചില കാര്യങ്ങളിലെല്ലാം നമ്മൾ അവസാനമല്ലേ അറിയുന്നത്. ഇതൊക്കെ രഹസ്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ ഉയർന്നു വരുന്ന വിഷയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ
ബന്ധപ്പെട്ട എല്ലാവരോടും കൂടെ ആലോചിച്ചുകൊണ്ട് നമ്മൾക്ക് പിന്നെ ചില തീരുമാനം എടുക്കേണ്ടി വരുമല്ലോ. കാരണം ഈ കാലുകഴുകൽ പോലുള്ള നീചമായ നടപടി തുറന്നു പോകുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം ഒന്നത്. രണ്ടാമത്തെ കാര്യം പിന്നെ വനിതയുടെ കയ്യിൽ കാവിക്കൊടിയും കൊടുത്ത് ഒരു ചില്ലിട്ട് കൊണ്ട് ഇങ്ങനെ നാട് മുഴുവൻ നടന്ന് ഔദ്യോഗിക ചടങ്ങുകളിൽ കൊണ്ടുപോകുന്നത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പം ഇന്നിപ്പോൾ ഒരു BJPയുടെ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇപ്പം കാസർഗോഡ് കാലുകഴുകിയ സ്കൂൾ മാതിരി ഉള്ള സ്കൂളുകളുണ്ടല്ലോ, സ്കൂളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആ സ്കൂളുകൾ ഞങ്ങൾ ഇനിയും കഴുകുന്നതിന് പ്രൊട്ടക്ഷനോടെ കൊടുക്കും. അപ്പോൾ പ്രൊട്ടക്ഷനോടെ കൊടുത്താൽ വേഷമായിരിക്കുമല്ലോ കാര്യങ്ങൾ. ഇത് ഞങ്ങൾ നേരത്തെയൊക്കെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ചരിത്രത്തെ വളച്ചൊടിക്കുക, അതുപോലെ തന്നെ അനാചാരങ്ങളെ കൊണ്ടുവരിക, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് വീണ്ടും സമൂഹത്തെ തിരിച്ചടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രശ്നമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് RSSൻ്റെ അജണ്ടയാണ്. RSS ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്ന അജണ്ടയുടെ ഭാഗമാണ് നമ്മുടെ പുരോഗമന ആശയവുമായി മതേതരത്വവുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ ഈ സമൂഹത്തെ പിന്നോട്ടടിപ്പിക്കുക. അതിൻ്റെ ഫലമായിട്ടാണ് ദുർമന്ത്രവാദങ്ങളും അനാചാരങ്ങളും അതുപോലെ നമുക്കും വിശ്വസിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ഒക്കെ തന്നെ വരുന്നത്.